പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്ന ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ വൈകിട്ട് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. പഞ്ചവടിപ്പാലം മൂന്നാം പക്കം നൊമ്പരത്തിപ്പൂവ്, സുഗമോദേവി, ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് തുടങ്ങിയ അനേകം സിനിമകളുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ള ഗാന്ധിമതി ബാലൻ 30ഓളം ചിത്രങ്ങളുടെ വിതരണവും നടത്തിയിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ ഉൾപ്പെടെ സംവിധായകൻ പത്മരാജനോടൊപ്പം ചേർന്ന ഒരു പിടി ക്ലാസിക് സിനിമകളും മലയാളത്തിന് നിർമ്മിച്ചു നൽകി. പത്മരാജന്റെ ആകസ്മിക മരണത്തെ തുടർന്നാണ് സിനിമയിൽ നിന്നും പിൻവാങ്ങിയത്. ഒരു കാലത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെച്ച് കൂടുതൽ സിനിമ ചെയ്ത നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. സ്ഫടികം, കിലുക്കം എന്നിവയുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തുണ്ടായിരുന്ന ധന്യ രമ്യ തിയേറ്ററുകൾ സ്ഥാപിച്ചത് ഗാന്ധിമതി ബാലനായിരുന്നു. പത്തനംതിട്ട ഇലന്തൂർ കാപ്പിൽ തറവാട് അംഗമായിരുന്ന ബാലൻ കഴിഞ്ഞ 40 വർഷമായി തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുകയായിരുന്നു. മലയാളം സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2015 നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ ആയിരുന്നു. ചലച്ചിത്ര മേഖല കൂടാതെ സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യം കൂടിയാണ് ഗാന്ധിമതി ബാലനിലൂടെ ഓർമ്മയാകുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വാർത്ത. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന്